നിന്റെ ഹോം മിനിസ്റ്റർക്ക് മന്ത്രിസ്ഥാനം പോയി വീട്ടിലിരിക്കേണ്ടി വരും. അതുമാത്രമല്ല, ചിലപ്പോ MLA സ്ഥാനം രാജിവെച്ച് പുള്ളിക്കാരൻ മാറി നിൽക്കേണ്ടി വരും. ആ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞ ഈ പറഞ്ഞ ഹോം മിനിസ്റ്റർ ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് തന്നെ ചിലപ്പോ പിന്മാറിയെന്നും വരും. എന്താണ് ഇത്ര വലിയൊരു ആലോചന? ഈ സമയത്ത് നിന്റെ തലച്ചോറില് ഇനിയും ആ പാവത്തിനെ എങ്ങനെ ഉപദ്രവിക്കണം എന്നുള്ള പ്ലാനിലായിരിക്കും. മനസ്സിലായി. ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ ആ ചിന്നുവിന്റെ പഠിത്തവും കൂടി എങ്ങനെ മുടക്കണമെന്നായിരിക്കും അല്ലേ? വെറുതെ ആവശ്യമില്ലാത്തതും പറഞ്ഞ് എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരണ്ട. ആ വേലക്കാരി ഈ വീട്ടിൽ കയറി വാഴേണ്ടവളല്ല. രമേ, വളരെ സൂക്ഷിച്ചു വേണം നിന്റെ ഈ പെൺബുദ്ധി എടുത്ത് പ്രയോഗിക്കാൻ. നീ കളിക്കുന്നത് ആരോടൊപ്പമാണെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? വൈദേഹി തമ്പുരാട്ടിയാണ് ചിന്നുവിനെ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്ന് അവളെ നീ ഇറക്കി വിട്ടതടക്കമുള്ള കാര്യങ്ങള് ആ തമ്പുരാട്ടി ചിലപ്പോൾ ക്ഷമിച്ചെന്ന് വരും. കാരണം അത് കുടുംബകാര്യം. പക്ഷേ ഒരു പാവം പെൺകുട്ടിയുടെ പഠനം മുടക്കാൻ നീ ഇറങ്ങി പുറപ്പെട്ട അതവര് ക്ഷമിച്ചു എന്ന് വരില്ല. വൈദേഹി തമ്പുരാട്ടിയോ? നിങ്ങളൊരു കാര്യം മറക്കരുത്. ഈ രമാദേവി ഇപ്പോ സംബന്ധമുണ്ടാക്കിയിരിക്കുന്നതേ സാക്ഷാൽ ഹോം മിനിസ്റ്ററുമായിട്ടാ. ഹോം മിനിസ്റ്ററുടെ മകളെയാണ് എന്റെ ഇളയ മകൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. ആ മന്ത്രിയുടെ അധികാരത്തിന്റെ മുൻപിലാണോ പഴയ നാടുവാഴി കൊട്ടാരത്തിലെ വൈദേഹി തമ്പുരാട്ടി? രാജഭരണമൊക്കെ മാറിയ കാര്യം എന്റെ ഭർത്താവ് മറന്നുപോയോ? അവിടെയാണ് രമേ നിനക്ക് തെറ്റിയത്. രാജഭരണം മാറി, പക്ഷെ പകരം ഇവിടെ വന്നതേ ജനാധിപത്യോ. ഇവിടെ ജനങ്ങളാ യഥാർത്ഥ അധികാരികൾ. നീ ഒന്ന് ഓർത്തു നോക്ക്. ചിന്നു പഠിക്കുന്നത് വെറും ഒരു വിദ്യാലയത്തിലല്ല, കോളേജിലാ. പ്രതികരണ സ്വഭാവമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ സജീവമായിട്ടുള്ള ക്യാമ്പസാണത്. നീ നിന്റെ വാശി കാണിച്ച് ചിന്നുവിന്റെ പഠിത്തം മുടക്കാൻ നോക്കിയാ അത് വലിയൊരു വാർത്തയാകും. ആഭ്യന്തര വകുപ്പ് മന്ത്രി കാരണം ഒരു പാവം പെണ്ണിന്റെ പഠിത്തം മുടങ്ങിയ അങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിന് വേണ്ടെന്ന് ഏതെങ്കിലും ഒരു യുവജന സംഘടന അങ്ങ് തീരുമാനിക്കും. പിന്നെന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാലോ. നിന്റെ ഹോം മിനിസ്റ്റർക്ക് മന്ത്രിസ്ഥാനം പോയി വീട്ടിലിരിക്കേണ്ടി വരും. അതുമാത്രമല്ല, ചിലപ്പോ MLA സ്ഥാനം രാജിവെച്ച് പുള്ളിക്കാരൻ മാറി നിൽക്കേണ്ടി വരും. ആ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞ ഈ പറഞ്ഞ ഹോം മിനിസ്റ്റർ ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് തന്നെ ചിലപ്പോ പിന്മാറിയെന്നും വരും. നാറ്റക്കേസായ ഒരു കുടുംബത്തിലേക്ക് മകളെ കെട്ടിച്ചയക്കാൻ ഏതു മന്ത്രി തയ്യാറാകും? അതുകൊണ്ടേ തീ കൊണ്ട് തല ചൊറിയാൻ നിൽക്കുന്നതേ വളരെ ബുദ്ധിമോശമാ. ആലോചിക്ക. തിരുമേനി, കല്യാണിയും സീതാമ്മയും ഞാൻ തിരുമേനിയുടെ കയ്യിലേൽപ്പിച്ചിട്ടാ പോകുന്നത്. അപ്പോ ഗിരി പോവുകയാണോ? അതെ തിരുമേനി, പോണം. അവിടെ എന്നെയും കാത്ത് ഇതുപോലെ 4-5 പേരുണ്ട്. ഓ, എന്നാ ആയിക്കോട്ടെ. ഇവരെ കുറിച്ച് ഓർത്ത് ഗിരിക്ക് ഒരു പേടിയും വേണ്ട, ധൈര്യമായി പൊയ്ക്കോളൂ. ശരി തിരുമേനി. ശരി. അപ്പോ ഞാൻ ഇറങ്ങാം. ഏട്ടാ, ഏട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. ഒരു പക്ഷേ ഏട്ടൻ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ കൂടപ്പിറപ്പായിരുന്നിരിക്കും. അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു അടുപ്പം തോന്നില്ലായിരുന്നല്ലോ. കല്യാണി, ഒരാൾക്ക് മറ്റൊരാളെ കൂടെ പിറപ്പാക്കാൻ കൂടെ ജനിക്കണമെന്നൊന്നുമില്ല. നീയും എന്റെ പെങ്ങള് തന്നെ.
ആ മോളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ. ആ ഞാൻ വിളിച്ചോളാം. ഉം. ഇടയ്ക്ക് വരാം. ആ കല്യാണിയും സീതാമ്മയും കാണാനായിട്ട്. ആ ഒരു ദിവസം നിങ്ങൾ രണ്ടാളും കൂടെ എൻ്റെ വീട്ടിലേക്ക് വരണം. എൻ്റെ പെങ്ങന്മാരെയും കണ്ട് ഒരു ദിവസം താമസിച്ചിട്ടൊക്കെ പോവാം. ശരി. വാ അമ്മേ. ആ പറു. ഗിരിയണ്ണ എന്തത്ര വൈകുന്നേ? അതെ, വരുന്ന വഴിക്ക് ചെറിയൊരു പ്രശ്നം. പ്രശ്നോ? എന്താ? നകുലേട്ടനോ ഇന്ദ്രജിത്തിന്റെ ആൾക്കാരോ? അതൊന്നുമല്ല. കരുതേലിക്കാവിലമ്മ എനിക്ക് വേണ്ടി കാത്തു വെച്ചൊരു നിയോഗ. വന്നിട്ട് വിശദമായിട്ട് പറയാം. പോയ കാര്യം എന്തായി ഗിരിയേട്ട? ആ അതൊക്കെ ഭംഗിയായിട്ട് നടന്നു. സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി. അതിന് മാത്രമല്ലല്ലോ ഗിരിയേട്ടൻ പോയത്. എന്റെ സിദ്ധുവിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല ഗിരിയേട്ട. ഹലോ ഗിരിയേട്ട, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? അതെ, ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. പക്ഷേ പാറു വിഷമിക്കണ്ട. അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഡോക്ടറെ കണ്ടെത്താം. അതിനല്ലേ നിവൃത്തിയുള്ളൂ. എന്തായാലും ഗിരിയേട്ടൻ വേഗം വാ, സൂക്ഷിച്ചു വാ. ആ